കാരണം റോഡ്രിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ കളിക്കാരൻ ആളില്ല. പക്ഷേ അറ്റാക്കിംഗ് വൈസിൽ ഇപ്പോഴും ഒരു ഹാളഞ്ചിന്റെ കുറവ് ആഴ്സണലിനുണ്ട്. ക്രിസ്ത്യാനോനെ എന്ത് വേണമെങ്കിലും പറയാം, ഇവിടുത്തെ കാര്യമാണ് ഞങ്ങൾക്ക് അന്വേഷിക്കാനാന്നാ പറഞ്ഞത്, ഞങ്ങൾക്ക് അറിയാന്നാ പറഞ്ഞത്. ഡിയോങ്ങിന്റെ കേസ് പറയാൻ പറ്റില്ല. ഇഞ്ചറി പ്രോൺ ആയിട്ടുള്ള ഒരു ലോഡ് കളിക്കാറുണ്ട് നിങ്ങളുടെ ടീമിൽ. അതുകൊണ്ട് തന്നെ സീസൺ പോണോട് ഡാനിയൽ മോ ഓൾറെഡി ഇഞ്ചേർഡ് ആണ്. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു സീറോ ബോൾ നോളജ്. കുറച്ച് സാങ്കേതിക തകരാറുകളും കുറച്ച് മറ്റ് തകരാറുകളും മൂലം നമുക്ക് കുറച്ചധികം നാളായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടായില്ല. സോ അതിനായി ഞങ്ങളെല്ലാവരും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നും ക്ഷമ ചോദിക്കുന്നു. സോറി. ഇനി മുതൽ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ പൂർവാധികം ശക്തിയോടെ റോക്കി ബായ് പറയുന്ന പോലെ മുറിവേറ്റ സിംഹത്തിൻ്റെ ശ്വാസം ഗർജത്തിനേക്കാൾ ഭയങ്കരമായിരിക്കും. ശക്തിയോടെ ഞങ്ങൾ തിരിച്ചു വരും. വീഡിയോസിന് അപ്ഡേറ്റ് ആയിട്ട് എല്ലാ ആഴ്ചകളിലും ഉണ്ടാവും. സോ സ്റ്റേ അപ്ഡേറ്റഡ്. അപ്പോൾ കുറേയധികം സംഭവങ്ങൾ ഇപ്പം തന്നെ ഫുട്ബോൾ ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞു. എല്ലാ ലീഗേഴ്സ് എടുത്താലും ഈ പറഞ്ഞ പോലെ 5 മാച്ചസോളം കഴിഞ്ഞ് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഓരോ ലീഗിലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫോർമാറ്റ് ആണെങ്കിലും മാറി അതിൻ്റെ കളിക്കാർ അതനുസരിച്ചുള്ള പ്രതിഷേധം, പിന്നെ ഇഞ്ചുറീസ്, പിന്നെ അതനുസരിച്ചുള്ള പുതിയ ട്രാൻസ്ഫർ റൂമേഴ്സ്. സോ ഫുട്ബോൾ ലോകത്തിലെ പുതിയ വിശേഷങ്ങൾക്കായി സീറോ ബോൾ നോളജ് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു. സ്വാഗതം. ഫസ്റ്റ് ഏത് ലീഗ് പറയണം? പ്രീമിയർ ലീഗ് തന്നെ പറയാം. പ്രീമിയർ ലീഗ് തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ആഴ്സണൽ അടിക്കുമെന്ന് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും സിറ്റി അടിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ഓബിയസ്ലി സിറ്റിയാണ് ഫസ്റ്റ്. ലിവർപൂള് എല്ലാവരും ടോപ്പ് 4 ഒരു മനീഷ എന്ന് പറഞ്ഞില്ല. നീയും പറഞ്ഞിട്ടില്ല, ഞാനും പറഞ്ഞിട്ടില്ല, നിയാസാണെങ്കിലും നീയും ഒരാളും പറഞ്ഞിട്ടില്ല. പക്ഷേ ലിവർപൂള് പുതിയ കോച്ച് അത്യാവശ്യം നൈസായിട്ട് കളിക്കുന്നുണ്ട്. സലയല്ല, ലൂയിസ് ഡിയാസ് ആണ് മെയിൻ സ്റ്റാർ. അതാണ് ഒരു ഡിഫറൻസ്. പിന്നെ പറയാനാണെങ്കിൽ ആസ്റ്റൺ വില്ല കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ നമ്മൾ വിചാരിച്ച ഒരു 1 സീസൺ വണ്ടർ പോലെ സംഭവം പോകുന്നതാണ്. ഈ സീസണും ആസ്റ്റൺ വില്ല അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ചാമ്പ്യൻസ് ലീഗിലാണെങ്കിൽ പോലും ആദ്യത്തെ കളി ഹാൻഡ്സ് ഡൗൺ ആയിട്ട് ആ ഓപ്പോസിറ്റ് ടീമിനെ തോപ്പിച്ച്. പിന്നുള്ളത് ആഴ്സണൽ ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ കളി സിറ്റി ആഴ്സണൽ കളി കണ്ടിട്ട് നിനക്ക് എന്താ തോന്നിയത്? ഡിഫെൻഡിങ് അത്യാവശ്യം സെറ്റായി തോന്നി. ആഴ്സണലിന്റെ ഡിഫൻസ് സെറ്റ് ആയിട്ടുണ്ട്. കാരണം സെക്കൻഡ് ഹാഫ് എങ്ങനെയായിരുന്നടാ? പൊസിഷൻ 88, 12, ഷോട്ട് എന്തോ 16, 26, ഒരു ഷോട്ട്. എന്നിട്ട് സ്റ്റിൽ ഓക്കേ, ഡിഫെൻഡിങ് ഓക്കെയാണ്. പക്ഷേ അറ്റാക്കിംഗ് വൈസിൽ ഇപ്പോഴും ഒരു ഹാളഞ്ചിന്റെ കുറവ് ആഴ്സണലിനുണ്ട്. ഒരു ക്ലിനിക്കൽ ഫിനിഷർ ഇല്ല. അതൊരു ഭയങ്കര മിസ്സിങ് തന്നെയാണ്. പിന്നെ പറയാനാണെങ്കിൽ ആഴ്സണലിന്റെ മെയിൻ പ്ലെയർ ടീമിലില്ല. മാർട്ടിൻ ഓഡ്ഗാർഡ് ഇല്ല. സിറ്റിക്കാണെങ്കിൽ ഇപ്പോൾ പണി കിട്ടിയേക്കണത് റോഡ്രി ഇല്ല, പിന്നെ ഡിബ്രോയിനും ഇല്ല. ഡിബ്രോയിനും എല്ലാ കൊല്ലം ഇഞ്ചുറി ആയിട്ട് പോകാറുള്ളതുകൊണ്ട് ശീലം. പക്ഷേ റോഡ്രി സീസൺ തന്നെ പോകുന്ന പറയാണ്. അത് സിറ്റിനെ എന്തോരം ബാധിക്കും? പണ്ട് മുതലേ സിറ്റിയുടെ എഞ്ചിൻ എന്ന് പറയപ്പെടുന്നത് റോഡ്രിയാണ്. അപ്പോൾ റോഡ്രി പോയാൽ അതൊരു വലിയൊരു കാരണം റോഡ്രിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ കളിക്കാരൻ ആളില്ല. ഡിബ്രോയിൻ ആളുണ്ട്, ഫോർഡനുണ്ട്, ബെർണാർഡോ സിൽവ വേണമെങ്കിലും ഇറക്കാം. റോഡ്രി പോയതാണ്. ഗുണ്ടാനെ കൊണ്ട് പറ്റൂലല്ലത്, പറ്റൂലല്ല. റോഡ്രി ഉള്ള കളിയൊന്നും സിറ്റി തോറ്റിട്ടില്ല. അപ്പോ റോഡ്രി ഇല്ലാണ്ട് പ്രീമിയർ ലീഗിൽ ചിലപ്പോൾ എങ്ങനെയെങ്കിലും പോകും. പക്ഷെ ചാമ്പ്യൻസ് ലീഗിൽ സീസൺ ഫുൾ 9 മാസത്തോളം പോകുന്നു പറഞ്ഞു. അപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ വരുമ്പോൾ അതെങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ? റോഡ്രി ഇല്ലാണ്ട് സിറ്റിക്ക്, റോഡ്രി ഇല്ലാണ്ട് അപ്പോൾ നോക്കണം. പിന്നെ പറയാനാണെങ്കിൽ ഏറ്റവും ഞാൻ സത്യം പറഞ്ഞാൽ ഈ സീസൺ ആ ടീമിനെ നോക്കിയ പോലും ഇല്ല. ചെൽസി ജയിച്ചു തന്നെയുണ്ട്. സാൻജോ 2 കളിയിൽ 2 അസിസ്റ്റ്. സാൻജോ അടിപൊളി കളി. ചെൽസി ഇംപ്രൂവിങ് ആണ്. സീസൺ പോകുന്നോടത്തോളം നമുക്ക് നോക്കാം. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ബ്രൈറ്റൺ, ന്യൂ ക്യാസിൽ ഇവരിപ്പോഴും ബാക്കിയുള്ള എല്ലാ ടീമുകൾക്കും പണി ഉണ്ടാകാമെന്ന് ഇവരായിരിക്കും. യുണൈറ്റഡിനെ കുറിച്ച് എനിക്കിപ്പോ പറയാനായിട്ട് 11ാമത് യുണൈറ്റഡിനെ കുറിച്ച് ജയിച്ച്. കാരണം യുണൈറ്റഡ് ഇപ്പോഴും സ്റ്റേബിൾ അല്ല. ഒരു കളി ജയിക്കുമ്പോൾ തന്നെ ടെൻ ഹാഗ് വാ തുറന്നിട്ട് വി ആർ ദ ബെസ്റ്റ് ടീം ആഫ്റ്റർ മാഞ്ചസ്റ്റർ സിറ്റി എന്നും പറഞ്ഞ് ഞങ്ങൾ ഇത്ര ട്രോഫി അടിച്ചെന്നും പറഞ്ഞ് പൊക്കി അടിക്കാൻ തുടങ്ങും. ഒരു കാര്യമില്ല, ഗ്രൗണ്ടിൽ റിസൾട്ട് കാണുന്നുണ്ട്, ആര് കളിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരു ഗുണമായിട്ട് തോന്നിയത് ഇത്തവണ നടത്തിയേക്കണ സൈനിങ്സ് ഉണ്ടല്ലോ, സെറ്റ് സൈനിങ്സ് ആയിട്ട് തോന്നി. ഡിലൈറ്റ് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്, മസൂറ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്, സിറക്സി എന്ന് പറഞ്ഞ ഒരു ഫോർവേഡ് ട്രാൻസ്ഫർ യുണൈറ്റഡ് ഇത്തവണ നടത്തിയത് വർക്കൗട്ട് ആവുന്നുണ്ട്. സീസൺ പോണോടത്തോളം എന്തോരം വർക്കൗട്ട് ആവുന്നുള്ളത് ഒന്നും കൂടി കണ്ടറിയണം.
ടോപ്പ് 4 കയറും. യുണൈറ്റഡ് ചാൻസ് കുറവ്. കയറും. എൻ്റെ ഒരു ഇതിൽ കയറാനുള്ള ടീമുണ്ട്. പിന്നെ ടീം എപ്പോഴും ഉണ്ട്. അതല്ല ഇത്തവണ ഈ പറഞ്ഞതുപോലെ സീസൺ തുടങ്ങിയ സമയത്താണ് നമ്മളെല്ലാവരും ഡൗട്ടിലാണ്ട് യുണൈറ്റഡ് തേടാവുന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി ഈ പറഞ്ഞതുപോലെ ഒന്നും കൂടി പ്രീമിയർ ലീഗ് ഇതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ പ്രീമിയർ ലീഗ് കഴിഞ്ഞോണ്ടേക്കാളും കുറച്ചും കൂടി ഒരു ഡ്രാമാറ്റിക് ഫിനിഷ് ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ലിവർപൂള് പ്രതീക്ഷിക്കാത്ത ടീമാണ്. ന്യൂ കാസിലും ബ്രൈറ്റണും ടോട്ടൻഹാമിനും നമുക്ക് ഒരിക്കലും നമ്പാൻ പറ്റൂല എപ്പോഴാണ് കയറി വന്നേന്ന്. വെസ്റ്റ് ഹാം ഇത്തവണ എല്ലാവരും വിചാരിച്ചു കലക്കൻ ടീമായിരിക്കുന്നത്, പക്ഷെ നേരെ അടിയിൽ പോയി കിടക്കുന്നതാണ്. അപ്പോൾ നോട്ടിംഗം ഫോറസ്റ്റ് ഒരാളും പ്രതീക്ഷിച്ചില്ല, 8ാമത് കിടക്കുന്നതാണ്. ലിവർപൂളെ പൊട്ടിക്കുകയും ചെയ്തു നോട്ടിംഗം ഫോറസ്റ്റ്. അപ്പോൾ അതാകെ യുണൈറ്റഡിൻ്റെ കേസ് പറയുമ്പോൾ എനിക്ക് വേറൊരു കേസ് പറയാനുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് ഞാൻ അപേക്ഷിക്കുന്നതാണ്, ദയവ് ചെയ്ത് നിങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആക്കി മാറ്റരുത്. സമയം എന്താണെന്നറിയോ? ബെസ്റ്റ് ഫാൻ ബേസ്, സൈനിങ്സ് നടത്തുന്നുണ്ട്, സ്റ്റേഡിയം ഉണ്ട്. ഒറ്റ കേസിൽ ഇവർ പുറകോട്ടുള്ളൂ. ട്രോഫി ഇല്ല. കേരള ബ്ലാസ്റ്റേഴ്സ്, മാൻ യുണൈറ്റഡ്, RCB. അല്ല RCB അല്ല എടാ, ഇല്ല കറക്റ്റ് ആണോ പറഞ്ഞത്? കേരള ബ്ലാസ്റ്റേഴ്സ് എടുത്തോ, RCB എടുത്തോ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എടുത്തോ. ഫാൻ ബേസ് ടോപ്പാണ്. എല്ലാ കൊല്ലവും കാശ് ഇറക്കി സൈനിങ്സ് നടത്തുന്നുണ്ട്. സീസൺ മാറിയിട്ട് ഈ പറഞ്ഞ ട്രോഫി ഇല്ലെങ്കിൽ കോച്ചസിനെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടും ട്രോഫി നേടുന്നില്ല? മാനേജ്മെന്റ് ഇഷ്യൂ കാരണം മാത്രം ട്രോഫി നേടാത്ത 3 ടീമാണ് RCB, കേരള ബ്ലാസ്റ്റേഴ്സ്, യുണൈറ്റഡ്. എതിരഭിപ്രായമുള്ളവർക്ക് പറയാം, പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്. നമ്മ എന്തോരം ഫാൻ ബേസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എന്തോരം സൈനിങ്സ് നടത്തിയാലും കോച്ചിങ് നടത്തിയാലും മാനേജ്മെന്റിന്റെ അകത്ത് ആ പ്രശ്നങ്ങളും ഈ പറഞ്ഞ പോലെ ക്ലബിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഓണേഴ്സ് നമുക്കില്ലെങ്കിൽ എന്തോരം സൈനിങ്സ് നടത്തിയിട്ടും എന്തോരം ഇമ്പ്രൂവ്മെന്റ് കോച്ചിനെ മാറ്റിയിട്ടും ഒരു ഗുണം ഉണ്ടാവില്ല. അതിലെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2.0 ആയി മാറി കേരള ബ്ലാസ്റ്റേഴ്സ് ആവാൻ നിൽക്കരുത്. RCBയുടെ കേസ് പിന്നെ എന്താന്ന് നമുക്ക് പോലും പറഞ്ഞുകൂടാ. സോ ജസ്റ്റ് റിക്വസ്റ്റ് ആയിട്ട് പറഞ്ഞതാ. അപ്പൊ അത് വിടാ. അല്ല, എനിക്ക് അണ്ണം പോയ ക്രിസ്ത്യാനോട് പോഡ്കാസ്റ്റ് പറഞ്ഞു. പുള്ളിക്കാരൻ ഒരു നല്ല രീതിയിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും യുണൈറ്റഡിന് ഇഷ്ടമാണ്. യുണൈറ്റഡ് ജയിച്ചാണോന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ടെൻഹാഗിനോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ടെൻഹാഗിന്റെ പുതിയ അസിസ്റ്റന്റ് ആയിട്ട് യുണൈറ്റഡിലെ പഴയ സ്ട്രൈക്കർ വന്നിട്ടുണ്ട്, വാൻഡർവാർട്ട്. അപ്പോൾ വാൻഡർവാർട്ട് യുണൈറ്റഡ് ക്ലബ്ബിലുണ്ടായതാണ്. പുള്ളിനോട് ചോദിച്ച് പുള്ളിയുടെ ഒരു സഹായത്തോടു കൂടിയാണെങ്കിൽ ഒന്നും കൂടി ഇമ്പ്രൂവ് ആവാമെന്ന് പറഞ്ഞു. ടെൻഹാഗ് എടുത്തിടിക്കുക റിപ്ലൈ എടുത്ത് പറഞ്ഞാൽ സൗദിയിലെ ക്രിസ്ത്യാനോന് എന്ത് വേണമെങ്കിലും പറയാം, ഇവിടുത്തെ കാര്യമാണ് ഞങ്ങൾക്ക് അന്വേഷിക്കാനാന്നാ പറഞ്ഞത്. ഞങ്ങൾക്ക് അത് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ടേബിളിൽ കാണുന്നുണ്ട് അതിനുള്ള എഫക്റ്റ്. എന്താ പറയുക, ടെൻഹാഗ് വന്ന സമയത്ത് അടിച്ചൊരു ഡയലോഗ് ഉണ്ട്, ഇറാസ് കം ടു ആൻ എൻഡ്. ക്ലോപ്പും ഗോർഡിയോളും ഉണ്ടായ സമയത്ത് എവിടെ എന്ത് മാറ്റം? ഒരു മാറ്റവും ഇല്ല. ആൻസലോട്ടിയുടെ ഡീല് യുണൈറ്റഡിൽ മാത്രല്ല തെളിയിച്ചിട്ടുള്ളൂ. അല്ലല്ലേ ആഞ്ചലോട്ടിയുടെ സാറിന് എന്തേലും ആഞ്ചലോട്ടിയുടെ മേളിൽ തന്നെ പറയാനുള്ളത്. ഗോർഡിയോള ആൻസലോട്ടിയുടെ മുകളില് ഹൗ പറ. നമ്മളിത് ഇതിനു മുമ്പ് പിന്നെ വേണ്ട പോട്ടെ. അപ്പോ ഇതുവരെ കണ്ടതിൽ ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയർ ആയിട്ട് പറയാനാണെങ്കിൽ ഹാളഞ്ചിനെ എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. ജസ്റ്റ് ടാപ്പിന് മാത്രമാണ്. ലൂയിസ് ഡിയാസ് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. ലിവർപൂളിലാണെങ്കിലും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആഴ്സണലിലാണെങ്കിലും ഡിഫൻസ് സെറ്റാണ് ആഴ്സണലിൻ്റെ. സിറ്റി ആയിട്ടുള്ള കളിയിലൊന്നും കൂടി സെറ്റായി. കാലിഫോർണിയും കൂടി വന്നപ്പോൾ ബാക്ക് കാലിഫോർണി ഫസ്റ്റ് കളി ഫസ്റ്റ് ഗോള് അടിപൊളി പെർഫോമൻസ്. അപ്പോൾ കാലിഫോർണി അടിപൊളിയായിരുന്നു. പിന്നെ സ്റ്റെർലിംഗ് ചരിത്രം കുറിച്ച് പ്രീമിയർ ലീഗിൽ ഏറ്റവും മേജർ 4 ക്ലബ്ബുകൾക്ക് വേണ്ടി ഇറങ്ങിയത് ആദ്യമായിട്ട്. ഇനി യുണൈറ്റഡിന് വേണ്ടി കളിച്ചാൽ പൂർത്തിയായി. അപ്പോ സിറ്റി കളിച്ച്, ലിവർപൂളിൽ കളിച്ച്, ആഴ്സണലായി, ചെൽസിയായി, യുണൈറ്റഡും കൂടി ഉള്ളു. ഇനി എല്ലാ ക്ലബിലും കളിച്ച കളിക്കാരനായി മാറും. അപ്പൊ ഇനി പ്രീമിയർ ലീഗ് തന്നെ പറഞ്ഞോണ്ടിരിക്കണം. അടുത്ത ലീഗിലോട്ട് പോവാലോ. അടുത്ത ലീഗിലോട്ട് പോവാം. ആഷിഖിന്റെ ലീഗിലോട്ട് പോവാം എന്ന് പറ. നമ്മള് ഫസ്റ്റ് സീസൺ തുടങ്ങിയപ്പോ പറഞ്ഞാർന്ന് ടോപ്പ് 4 പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിവിട്ട ടീമാണ് ബാഴ്സലോണ. ഇപ്പൊ ഒറ്റ കളി പോലും നോക്കാണ്ട് ഫസ്റ്റ്. അത് എല്ലാ കളി എടുത്ത് നോക്കുകയാണെങ്കിൽ 5, 6, 4 ഗോളൊക്കെ. ഹാൻസി ഫ്ലിക്ക് എഫക്റ്റ് ആണോ?
ഹാൻസി ഫ്ലിക്ക് എഫക്റ്റ് എല്ലാരും ബാധിച്ചിട്ടുണ്ട്. ഒന്ന് പറയണേ മെയിൻ ലെവൻഡോസ്കി തിരിച്ചു വന്ന ഫോമിലോട്ട് കളയണം എന്ന് ഞാൻ തന്നെ കഴിഞ്ഞ സീസണില് നോക്കിയതല്ലേ എവിടെയും പൊട്ടിയെന്ന് പറഞ്ഞ ആളാ. നോക്കിയപ്പോ പിള്ളേര് വച്ചു കൊടുക്കുന്ന അടിക്കുന്ന ഫിനിഷാണ് സെറ്റ് കളി. പിന്നെ യൂറോ കപ്പിൽ കണ്ടേക്കൂട്ട് യമാല് ആ സെയിം പോലെ തന്നെ വന്നിട്ടുണ്ട് എല്ലാ കളിയും. റഫീനയാണെങ്കിലും അപ്പുറത്തെ വിങ് റഫീന കളിക്കുന്നുണ്ടായിരുന്നു പണ്ട്, സ്റ്റെബിലിറ്റി സ്റ്റേബിൾ ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. യമാല് എല്ലാ കളി അസിസ്റ്റ് ഇപ്പൊ ഒരു പണി കിട്ടിയില്ലേ? എന്താ ടെർ സ്റ്റെഗൻ അതൊരു പണിയായിട്ട് തോന്നണില്ലേ? ടെർ സ്റ്റെഗൻ പണിയാന്ന് വെച്ചാൽ പണിയാണ്. പിന്നെ ക്യാപ്റ്റനല്ലേ, ക്യാപ്റ്റൻ പോയി. പിന്നെ ഈ പറഞ്ഞ കുട്ടി ഇങ്ങാക്കി പിന്നെയാണ് ഉള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നുള്ള പുള്ളീനെ ഫുൾ കളിപ്പിക്കാൻ എടുക്കും. കേരള നവാസ്മാനെ കുറിച്ച് എന്താ പറയാ? ലൂയിസ് വിഗോ 2.0 ഞങ്ങൾക്ക് കുഴപ്പമില്ല. അല്ല, കേരള നവാസിനെ സംബന്ധിച്ച് പുള്ളിക്കാരന് ഒരു റിഡപ്ഷനോ കാരണം റയലായിട്ട് കളഞ്ഞല്ലേ, ഫ്രീ ഏജന്റ് ആണ്. പുള്ളിപ്പോ കളിക്കുള്ള ഫ്രീ ഏജന്റ് ആണ്. പുള്ളിക്ക് ഒരു ചരിത്രം തിരിച്ചു വരാൻ ബാഴ്സലോണ നല്ലൊരു ഓപ്ഷനാണ്. എന്തുകൊണ്ട് ആര് നോക്കിയാലും ഒരു ഓപ്പോസിറ്റ് ടീമിൽ നിന്ന് കളഞ്ഞൊരു പ്ലെയർ അതിന്റെ റൈവലിന്റെ ടീമിലോട്ട് വന്നൊരു മാസം കാണിച്ചെങ്ങനെ ഇരിക്കും. ഓ എന്താന്ന് നോക്കിയേ. എനിക്ക് താല്പര്യമില്ല, റയലിലെ പ്ലെയർ തന്നെയാണ്. വന്ന് കളിച്ചത് നമുക്ക് ആളെ തന്നെ കൂടും, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എത്ര മില്യൺ പ്ലെയർ ആണ് എംബാപ്പെ? 120. ഫ്രീ ആടാ? അല്ല, ഫ്രീ സൈനിങ് ആയിരുന്നു. ഫീല്ലടാ, അല്ല, ഫ്രീ സൈനിങ് ആയിരുന്നു. ബോണസ് ഒക്കെ അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. അതായത് ട്രാൻസ്ഫർ ഫീ ഫ്രീ, അല്ലാണ്ട് സൈനിങ് ബോണസ് അല്ലേ? സൈനിങ് ബോണസ് ഒരു 100-150 ഉണ്ടായി. 150. റയൽ മാഡ്രിഡ് ഇപ്പോഴും വിനിഷ്യസ് ജൂനിയറിന്റെ ടീമാണ്. ഇപ്പൊ കൊറേ റീലുണ്ട് കൊച്ചു പിള്ള വീഴുമ്പോ പെനാൽറ്റി ഫോർ റയൽ മാഡ്രിഡ്. പിന്നെന്താണെന്ന് ഗ്ലാസ് നിലത്ത് വീഴുമ്പോ പെനാൽറ്റി ഫോർ റയൽ മാഡ്രിഡ്. കേസ് വന്നത് ബാഴ്സലോണയ്ക്കെതിരെ ഇരുന്നിട്ടാ. കണ്ടന്റ് എടുത്ത് എവിടെ നോക്കിയാലും റയലിന് പെനാൽറ്റി ആണ്. എല്ലാ കളിയും പെനാൽറ്റി. മനസ്സിലായി. 2020 വേൾഡ് കപ്പില് പെനാൽറ്റി ഫോർ അർജന്റീന, പെനാൽറ്റി ഫോർ അർജന്റീന, പെനാൽറ്റി ഫോർ അർജന്റീന. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ 2018 ഫ്രാൻസിന് 5 പെനാൽറ്റി, 2022 അർജന്റീനക്കും 5-4. അപ്പൊ പിന്നെ റയലിന് പെനാൽറ്റി കിട്ടുമ്പോ എന്താ എത്ര ഇത്? ത്രൂ ഔട്ട് എല്ലാ കളിയും കിട്ടണ്ടില്ല. 1-2 ഫൗൾ ചെയ്താ പെനാൽറ്റി കൊടുക്കണ്ടേ? എന്താടാ ബോക്സിന്റെ പുറത്ത് വെച്ച് ഫൗൾ ചെയ്ത് അകത്ത് കൊടുക്കടാ. അതിപ്പോ മറ്റേ ഫൈനൽ എൻട്രിക്കിനെ വിളിച്ചിട്ടത്. അതെ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം. കണ്ട പറയല്ല. ഇല്ല, ഫ്രാൻസ് അർജന്റീന ഫൈനലിൽ വെച്ച് ടീം ബോള് ഇതന്നെ കാലി തട്ടി വീണ്, ബോക്സിന്റെ അകത്ത് വീണ്. ബോക്സിന്റെ പുറത്ത് വെച്ച് അകത്ത് കൊടുക്കുന്നത് ശരിയല്ല. എനിവേസ് ബാഴ്സലോണ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. റഫറിനെ പറഞ്ഞില്ല, ബാഴ്സ താഴെ പോകുന്നോർത്ത് ഇരുന്നാണ്. ബട്ട് എല്ലാ കളി 4-5 ഗോൾ അടിക്കുക. അപ്പൊ കാശ് അറിയണവരോടാ. ഒറ്റ ക്വസ്റ്റ്യൻ, കപ്പ് ലീഗ് അടിക്കുമെന്നായിരിക്കും. അടിക്കോ? അടിക്കും. അപ്പോഴും ഞാൻ നമ്മുടെ സീസൺ തുടങ്ങിയപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ബാഴ്സ, 3 അത്ലറ്റിക് 4 ഓർക്കുള്ള. പക്ഷേ ഇതേവരെ ഒരു നല്ല ടീമായിട്ട് ഒരു നല്ല ഒപ്പോണന്റ് ആയിട്ട് കാഴ്ചവെച്ചു ഒരു പോരാട്ടം. ചാമ്പ്യൻസ് ലീഗിൽ തോറ്റ 2-1. അതെന്താ പറയാത്ത? മിനിറ്റിൽ ആള് പോയാ. അതുകൊണ്ട് ആഴ്സണലിന്റെ കളി മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് ഒരു ഹാഫ് മൊത്തം ഡിഫെൻഡ് ചെയ്ത് ഡ്രോയാ പിടിച്ച് തോറ്റില്ല. ആഴ്സണല് വേറെ, സിറ്റി വേറെ. സീസൺ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ നീ പറഞ്ഞ ബാഴ്സലോണ ആഴ്സണലിനേക്കാളും താഴെയാണെന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ബാഴ്സലോണ ഫാൻ തന്നെ പറയണേണ്. പറയട്ടെ, എത്ര നാളുള്ള കോച്ചാ ആഴ്സണലില്? 3-4 കൊല്ലായില്ലേ? ഇതിപ്പോ എത്ര നാളായി? 2 മാസം 3 മാസം തികയണുള്ളൂ. അപ്പൊ അതിന്റേതായ മികവ് എന്തൊക്കെ പ്ലേയേഴ്സിന് വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ സിദാൻ വന്നിട്ട് ആദ്യത്തെ സീസണിൽ തന്നെ ചാമ്പ്യൻസ് ലീഗ് അടിച്ചില്ലേ? സിദാനാണോ? ഫ്ലിക്ക് അല്ലല്ല, സെക്സ് ട്യൂബിൽ അടിച്ച ഒരു കോച്ചാണ് ഹാൻസി ഫ്ലിക്ക്. നിസാരക്കാരനല്ല. ഗോർഡിയോള. ഓക്കെ, ഗോർഡിയോളനെ കമ്പയർ ആണല്ലോ ഇതിന്റെ അകത്ത്. ഞാൻ പറഞ്ഞ ആർട്ടന്റീനേക്കാളും മികച്ച കോച്ചാണ് ഫ്ലിക്ക് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഉറപ്പാണ്. ഇതിനുള്ള ഉത്തരം അടുത്ത ജസ്റ്റ് എന്താ പറയാ 1-0 മറ്റേ അല്ല, നല്ല ലീഡിലാണ് ജയിക്കുന്നത്. കഷ്ടപ്പെട്ട് ജയിക്കുന്നതല്ല, കിഡിലും കളി തന്നെയുണ്ട്. നല്ല പാസിംഗ്, നല്ല ഒത്തണക്കുണ്ട്, എല്ലാം ഉണ്ട്. ക്രിയേഷനും ഉണ്ട് പ്ലേയേഴ്സിന്റെ സൈഡിൽ നിന്ന്. അങ്ങനെ ചുമ്മാ എന്തൊക്കെയാലും ഇതൊന്നും കാണാണ്ട് ഞാൻ ഫസ്റ്റ് സീസണിലും പറഞ്ഞു. പക്ഷേ ബാഴ്സലോണ ഒരു പ്രധാന ശത്രു ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല. ഇഞ്ചറി എപ്പോഴുള്ള പ്രശ്നമാണ്. ഇപ്പൊ ടെർ സ്റ്റേഗൻ ഇഞ്ചറി ആയി. പെഡ്രിയുടെ കേസ് പറയാൻ പറ്റൂല, ഡിയോങ്ങിന്റെ കേസ് പറയാൻ പറ്റൂല. ഇഞ്ചറി പ്രോൺ ആയിട്ടുള്ള ഒരു ലോഡ് കളിക്കാറുണ്ട് നിങ്ങളുടെ ടീമിൽ.
അതുകൊണ്ട് തന്നെ സീസൺ പോണോട് ഡാനിയോൾമോ ഓൾറെഡി ഇഞ്ചേർഡ് ആണ്. അപ്പോൾ സീസൺ പോണോടത്തോളം അത് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമോ? പക്ഷെ അല്ലാണ്ടാണ് കുറെ പിള്ളേരെ വെച്ച് കളിപ്പിക്കുന്നത്. ഓക്കെ, ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ കാരണം എടാ ഓപ്പോസിറ്റ് റയലും അത്ലറ്റിക്കോയും നല്ല ബെഞ്ച് സ്ട്രെങ്ത് ഉള്ള ടീമുകളാണ്. അപ്പോൾ ഇഞ്ചറി വന്നാലും അവർക്കത് ബാക്കപ്പ് ചെയ്യാനുള്ള സിമ്പിളായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ സീസൺ റയലിൽ ഈ പറഞ്ഞതുപോലെ കോർട്ടും ഇഞ്ചറായി, ലുനിന് ഇറങ്ങി, സീസൺ മൊത്തം കലക്കനായിട്ട് നിന്ന്. അതേപോലെ നീ പറഞ്ഞപ്പോൾ ബാഴ്സയുടെ ബാക്കപ്പ് ഗോളിക്ക് നിൽക്കാൻ പറ്റുമോ സൈനിങ് നടത്തിയില്ലെങ്കിൽ? തോന്നല്ല. അതേപോലെ തന്നെ കഴിഞ്ഞ സീസൺ റയലിന് ഈ പറഞ്ഞ പോലെ മിലിറ്റാവും ഉണ്ടായില്ല, ബാക്ക് നിന്നത് റൂഡിഗറും ഈ പറഞ്ഞ പോലെ ചൗമിനി ആയിരുന്നു, നാച്ചോ ആയിരുന്നു. ശരിയാണ്, പരിക്കൊരു വില്ലനാണ്. അതാണ് അല്ല ഉള്ള ജെന്യൂൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് വാഴ്സൊക്കെ ഉണ്ടോ? ഇല്ല, പരിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞിട്ടോ ഒന്ന് ടെസ്റ്റകം പോയി, പിന്നെ ഉള്ളത് ഈ പറഞ്ഞ ഇനാക്കി പെന്നെയാണ്. ഇപ്പോൾ ഫുൾ സീസൺ ഉണ്ടാകുന്ന എനിക്ക് അറിയില്ല. ചിലപ്പോൾ വേറെ കോച്ചിനെ അല്ല വേറെ ഗോൾ കീപ്പറെ നോക്കും. പക്ഷെ ഇതുപോലെ തന്നെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞ അടുത്ത പ്ലെയറെ സബ് ആയിട്ടുള്ളത്. ബെഞ്ച് സ്ട്രെങ്ത് ഇല്ല. ഇപ്പൊ റയലിനെ നോക്കുകയാണെങ്കിൽ ബെഞ്ച് വെച്ചിട്ട് ടീം ഇറക്കാനുള്ള ടീം അതാണ്. സോ സീസൺ അല്ല ഇപ്പൊ സീസൺ തുടങ്ങിയിട്ടുള്ളൂ, സീസൺ പോണോടത്തോളം. കാരണം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്സണൽ എടുത്തോ, സീസൺ തുടങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും അവസാനം വരെ ലാസ്റ്റ് ഒരു 5 മാച്ചിലല്ലേ സിറ്റി കയറി വന്ന് കപ്പടിക്കണേ. അത് സംഭവിക്കാണ്ടിരിക്കും എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം, പക്ഷെ എന്തായാലും സംഭവിക്കും. കാരണം ഇതിനുള്ള ഉത്തരം എല്ലാ ബാഴ്സലോണ ഫാനോടും കൂടി പറയാണ്, വെല്ലുവിളിക്കരുത്, കപ്പടിക്കുമെന്ന് പറയരുത്, വീരവാദം ഉറക്കരുത്. അതിൽ ക്ലാസിക്കോയിൽ നിങ്ങളെ മടക്കി കെട്ടി വീട്ടിലോട്ട് പറഞ്ഞോളൂ. അല്ല സപ്പോസ് ഒരു കേസ് എങ്ങാനും ബാഴ്സ അടിച്ചില്ല എന്ന് ഓർത്തു, ഇത്രയും വലിയ സൈനിങ് ഒക്കെ നടത്തിയിട്ട് റയല് ഇത്രയും വലിയ സൈനിങ് ഒക്കെ നടത്തിയിട്ട് സെക്കൻഡ് വന്നാലും അതിന്റെ നാണക്കേട് റയലിനാണ്. ആര് ബാഴ്സ സെക്കൻഡ് ഒന്നുമല്ല, ബാഴ്സ സെക്കൻഡ് വന്ന റയലിന് എന്ത് നാണക്കേട്? സപ്പോസ് ജസ്റ്റ് പോയിന്റ് മിസ്സിന് വരാൻ പാടില്ലല്ലോ. അത് പാടില്ല. ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഇപ്പോൾ ഉള്ളിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ടീം ഓഫ് ദ ഡെക്കേഡ് തന്നെ പറയാം. കാരണം അത്രയ്ക്ക് സ്ട്രെങ്ത് ഉള്ള ടീം. അപ്പോൾ ജയിക്കുമ്പോൾ ആധികാരികമായി അത്രയും പോയിന്റ് ജയിക്കണം. ഞാനിപ്പോഴും അതിനോട് തന്നെ 100% ഉറപ്പിച്ച് നിൽക്കണ്. ഈ പറഞ്ഞ പോലെ ഒരൊറ്റ കളിയെ ഡ്രോ ആയിട്ടുള്ളൂ, തോറ്റിട്ടില്ല. ഞങ്ങൾ ഈ സീസൺ മാക്സിമം പോയിന്റോടുകൂടി തന്നെ കപ്പടിക്കും. അതിപ്പോ ബാഴ്സ വന്നാലും അത്ലറ്റിക്കോ വന്നാലും സീസൺ കഴിയുമ്പോ കണ്ടോ. ഇപ്പോ ടോപ്പ് സ്കോററിനെ മറ്റേ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് റഫീഞ്ഞ, ലെവൻഡോസ്കി, അതേപോലത്തെ ബാഴ്സലോണ കിഡ്സ് ആണ്. സീസൺ കഴിയുമ്പോൾ നോക്കിക്കോ, ഈ പറഞ്ഞ എംബാപ്പയും വിനീഷ്യസും ടോപ്പിലുണ്ടാവും. റയലി എംബാപ്പെ വരുന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ഈ പറഞ്ഞ പോലെ എംബാപ്പയുടെ ടീമായി മാറുന്ന, പക്ഷെ അല്ല, അത് ആൾക്കാരെ വെറും തെറ്റിദ്ധാരണയാണ്. റയൽ ഇപ്പോഴും 7ാം നമ്പറുകാരൻ്റെ ടീമാണ്, വിനീഷ്യസിന്റെ ടീമാണ്. എംബാപ്പെ അതാക്കി മാറ്റാൻ സമയം എടുക്കും. എൽ ക്ലാസിക്കോ ഒന്നാമൊരു ഐഡിയ ഇല്ല. വെയിറ്റിംഗ് ഫോർ എൽ ക്ലാസിക്കോ എന്ന് വേണമെങ്കിൽ പറയാം. എൽ ക്ലാസിക്കോയുടെ ഡേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. അത്ലറ്റിക്കോ മെഡ്രിഡും റയൽ മെഡ്രിഡും 30-ാം തീയതി ഉണ്ട്. മാഡ്രിഡ് ഡെർബി സെപ്റ്റംബർ 30 ഈ വരുന്ന തിങ്കളാഴ്ച. അത് നൈസായിരിക്കും. മാച്ച് ടു വാച്ച് ഔട്ട് ഫോർ ബാഴ്സലോണ റയൽ മെഡ്രിഡ് 27 ഒക്ടോബർ 27 ഞാൻ ഏതൊരു ബാഴ്സ ആരാധകനും റയൽ മെഡ്രിഡ് ആരാധകനും കാത്തിരിക്കാം. അല്ല, ബാഴ്സ ഇങ്ങനെ കളിക്കുന്ന ഒരു ബാഴ്സ ഫാനായി ഇവനും പ്രതീക്ഷിച്ചിട്ടില്ല, നമ്മളും പ്രതീക്ഷിച്ചിട്ടില്ല. നീ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഒരാളുണ്ട്. കാരണം അത് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് ബാഴ്സ കളിക്കുന്നുണ്ട്, പക്ഷേ ത്രൂ ഔട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് കണ്ടറിയണം, അത്രേ ഉള്ളൂ. പിന്നെ അത്ലറ്റിക്കോ മെഡ്രിഡ് നമ്മൾ വിചാരിച്ച തവണ ഭയങ്കര സംഭവമായിരിക്കുന്ന അത്ര സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ജൂലിയൻ ആലോസ് ആണെങ്കിലും കാലഗർ ആണെങ്കിലും വന്നിട്ട് ഇമ്പാക്ട് അത്ര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല. അതിപ്പോൾ എംബാപ്പെ ഉണ്ടാക്കിയിട്ടില്ല. മിഡ്ഫീൽഡർ ആണെന്നെങ്കിലും വിചാരിച്ച്. അപ്പോ അവൻ വച്ചില്ലെങ്കിൽ നമ്മളെന്തായാലും പോവും, ഇവന് കൊടുക്കാനുള്ള കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അത് വിടാ. ഈ പറഞ്ഞതുപോലെ അത്ലറ്റിക് ക്ലബ്ബ് നല്ല കളി കളിക്കുന്നുണ്ട് കേട്ടോ, അത് വേറെ കേസ്. അപ്പോൾ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ ബെസ്റ്റ് ടീമിൽ ആ ലീഗിൽ ബാഴ്സലോണ തന്നെയാണ് അൺഡൗട്ട്ലി. റയല് വിചാരിച്ച ആ ഒരു എക്സ്പെക്ടേഷൻ കൂടുതലായിരുന്നു റയലിനോട്. അതാണ്, അത്ര വലിയ മാർച്ചിലൊന്നും ചെയ്യാൻ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച ആ ഒരു ലെവലിലോട്ട് റയൽ എത്തിയിട്ടില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട്. എനിവേസ് സീസൺ പോകുമ്പോൾ നമുക്ക് കാണാം. കാരണം കിങ്ങിനെ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റൂലല്ലോ. അടുത്ത ഇന്നില്ല സിരിയയിലോട്ട് പോവാ. സിരിയയെ തുടങ്ങിയ നിയാസില്ലടാ, പക്ഷേ 10ാം കൂട്ടാനും കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് എസ്ട്രോമ കപ്പടിക്കുന്ന അവരുടെ ഏറ്റവും വലിയ ലജ്ജായ ഡാനിയൽ ഡെറോസിനെ പുറത്താക്കി ഇപ്പോൾ 10ാമത് ലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. സർപ്രൈസ് എന്താന്ന് പറഞ്ഞാൽ ടൊറീനോ ഫസ്റ്റ് കിടക്കുന്നതാണ്.
ആന്ധ്ര ബലോറ്റി കളിച്ച കാലത്ത് എല്ലാവർക്കും അറിയണം, അല്ലാണ്ട് ഇപ്പൊ ആൾക്ക് പറഞ്ഞൂടാ. നെപ്പോളി സെക്കൻഡ് ഉണ്ട്, ആന്റോണിയോ കോണ്ടയുടെ ലുക്കാക്കോ അടിപൊളി കളിക്കുന്നുണ്ട്, ഒരു പിടുത്തൂല. പിന്നെ ഉഡനീസ്, യുവന്റസ്, AC മിലാൻ, ഇന്റർ മിലാനും 6-7. ഉഡനീസിൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്ലേയേഴ്സ് ഒന്നുമില്ല. ഡിപ്പോൾ ഉണ്ടായി, പിന്നെ മറ്റേ സാംബ്രോട്ട് എന്തോ ഉണ്ടായെന്ന് തോന്നണം. ഈ പറഞ്ഞ പോലെ ഈ കപ്പ് മെയിൻ നമ്മ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇന്റർ, AC മിലാൻ, യുവന്റസ്, നെപ്പോളി. പക്ഷെ ഇതിൻ്റെ അത് നെപ്പോളി യുവന്റസും ഉണ്ട്, ഇന്ററും AC മിലാനും. ഞാൻ ഇന്ററാ പറഞ്ഞു, നീയാ? ഞാൻ ഓർമ്മയില്ല. മിലാൻ ഡെർബിയില് AC മിലാൻ പൊട്ടിച്ചിട്ടുണ്ട്. കുറെ നാളുകൾക്ക് ശേഷം ഇന്റർ മിലാൻ AC മിലാനെ പൊട്ടിക്കണം. അപ്പോൾ അതിൻ്റെതായ ഇതുണ്ടാവും. പക്ഷേ സിരിയ അൺപ്രഡിക്റ്റബിൾ ആണ്. പക്ഷേ പ്രീമിയർ ലീഗിൽ നമുക്ക് അപ്പോഴും പറയാൻ പറ്റും സിറ്റി അല്ലെങ്കിൽ വേറൊരു ടീം. പക്ഷേ സിരിയയെ പറയാൻ പറ്റൂല. കുറെ നാൾ യുവന്റസിന്റെ ഒരു ഇതുണ്ടെങ്കിലും പിന്നെ ഇന്റർ വന്നാലും ഇടയ്ക്ക് നെപ്പോളി കയറി വന്ന്, AC മിലാൻ കയറി വന്ന്. ഇത്തവണ ഇപ്പോൾ നെപ്പോളി പിന്നെയും ഇതായിട്ട് നിൽക്കണ്, യുവന്റസ് തിരിച്ചു വന്നുകൊണ്ടിരിക്കണം. ഏറ്റവും കൂടുതൽ ഉറ്റു നോക്കേണ്ട ലീഗ് ഇത്തവണ സിരിയായി തന്നെ ഇരിക്കും. കാരണം എനിക്ക് 2021 മെസ്സി പോയ ടൈമില് പോയപ്പോ ഞാൻ ഏറ്റവും മെസ്സി ആഗ്രഹിച്ച് AC മിലാനിലോട്ട് തന്നെ വന്നതാണ്. ഇന്റർ മിലാൻ AC മിലാൻ ഡെർബി, അതിനകത്ത് ബാഴ്സ പോലെ ഇപ്പറ ഈ സൈഡില് AC മിലാൻ. എനിക്ക് തോന്നുന്നത് എൽ ക്ലാസിക്കോ കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫാൻസിന് സംഭവം സിറ്റിക്ക് ഫാൻസ് ഇല്ലാത്തതുകൊണ്ട് യുണൈറ്റഡ് മാഞ്ചസ്റ്റർ ഡെർബി അത്ര ഇല്ല. ഇറ്റാലിയൻ ഫാൻസ് വൈലന്റ് ആണ്. ജർമ്മനിയിലാണെങ്കിൽ പോലും ഡോട്ട്മുണ്ടും ബയേണും അത്ര ഒരു റൈവറായിട്ടില്ല. പിന്നെയുണ്ട് ലിവർപൂളും യുണൈറ്റഡും. ഒരേ സ്റ്റേഡിയം, ഒരേ നാട്, ആ ഒരു റെയിലും അത്ലറ്റിക്കോയും പിന്നെയുണ്ട്. അത് പക്ഷെ ഇന്ററും AC മിലാനും ഈ പറഞ്ഞ തന്നെ നല്ലൊരു ഫൈറ്റുള്ള ഒരു ഡെർബിയാണ്. സോ സിരിയയെ നമുക്ക് ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുക. ഈ പറഞ്ഞതുപോലെ നിങ്ങളും പറ ആര് ജയിക്കും എന്നുള്ളത് സീസൺ അവസാനമാകുമ്പോഴേക്കും. പിന്നെ നമുക്ക് ലാസ്റ്റ് ലീഗിലോട്ടോ, ലാസ്റ്റ് മേജറിലേക്ക് ലീഗ് കൊണ്ട് പറയണില്ല, PSG അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മാഴ്സേ ഒളിമ്പിക് മാഴ്സ നല്ല കളി കൊടുക്കുന്നുണ്ട്. നമുക്കിനി ബുണ്ടസ് ലീഗിലോട്ട് വരാം. ഒരു സെക്കൻഡ്, കഴിഞ്ഞ സീസണിൽ ടോപ്പ് സ്കോറർ ഒളിമ്പിക് മാഴ്സയുടെ ലീഗുള്ള അല്ല, ഇത്തവണ മേസൺ ഗ്രീൻവുഡ് ഒക്കെ വൻ കളിയാണ് ഒളിമ്പിക് മാഴ്സയിൽ. നല്ല കളി കളിക്കുന്നുണ്ട്, ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. PSG പക്ഷേ പിള്ളേരെ വെച്ച് ലൂയിസ് എൻറിക്കെ നൈസായിട്ട് കളിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട്. കണ്ടറിയാം. ബുണ്ടസ് ലീഗിലോട്ട് വരാലോ. ഫസ്റ്റ് നിന്റെ ഫേവറേറ്റ് ടീമിൽ നിന്ന് തുടങ്ങാം, ബാഴ്സലോണയുടെ കൂട്ടുകാര്. തോമസ് മുള്ളർ ഈ പറഞ്ഞതുപോലെ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ബാഴ്സലോണ ഹാൻസി ഫ്ലിക്ക് വി ആർ വെയിറ്റിംഗ് ഫോർ യു എന്ന്. അതിനോട് എന്താ അഭിപ്രായം? ആയിരിക്കും ബാഴ്സ വേഴ്സസ് ബയേൺ? ബയേൺ മുനിച്ച്. കാരണം ഇപ്പൊ ബയേണിന്റെ കളി കുറച്ച് ടൈറ്റ് ആയിരിക്കും എന്ന് പറയാൻ കാരണം ബാഴ്സലോണേന് പുച്ഛിച്ച് തള്ളാൻ പറ്റൂല. ബയോൺ ഭയങ്കര അറ്റാക്കിങ്. ഇപ്പൊ നീ പറഞ്ഞ ബാഴ്സ ഒരു കളി ജയിക്കണത് 5-6 അങ്ങനെയാണെന്ന്. ബയോൺ 9, 7, 8 കാരണം അടിച്ചില്ലാണ്ടാക്കിയാ വിടണേ. പക്ഷെ എന്നാൽ പോലും ബയോണും ബാഴ്സൊക്കെ ഒരു കോമൺ സംഭവമുണ്ട്. രണ്ടുപേരും ഈ സീസണിൽ മെയിൻ ടീമായിട്ട് കളിച്ചിട്ടില്ല. പുതിയ കോച്ചസ് ആ രണ്ട് ടീമിൻ്റെ. ഫ്ലിക്ക് ഒന്നും കൂടി എക്സ്പീരിയൻസ്ഡ് ആണ്, ബയോൺ ടീമിനെ അറിയാം. പക്ഷെ വിൻസെന്റ് കോമ്പനി ആദ്യമായിട്ടൊരു വലിയ ടീമിനെ കോച്ചാണ്, ഒരു വലിയ ടീമായിട്ട് ഇതുവരെ കളിച്ചിട്ടുമില്ല. അപ്പോൾ ആ ഒരു ഫാക്ടറി വലിയൊരു സംഭവമാണ്. അപ്പോൾ പക്ഷേ എന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഒരു ഗോളിന് വല്ലതും ചിലപ്പോൾ ബയോൺ ജയിക്കുമെന്ന്. പക്ഷെ അല്ലെങ്കിൽ ബാഴ്സ തന്നെ ആയിരിക്കും. ടൈറ്റ് ആയിരിക്കും, നല്ല ടൈറ്റ് ആയിരിക്കും. സാധാരണ 3-4 കൊല്ലത്തൊരു കടമുള്ളായിരുന്നു കുറച്ചും കൂടി ചെറിയൊരു ഫൈനൽ പ്ലേ ആയിരിക്കും. ഗ്രൂപ്പ് സ്റ്റേജ് ആണ്, പക്ഷെ ഒരു ഫൈനൽ ഫീൽ ഉണ്ടാവും. കാരണം ഇത്രയും അടുപ്പിച്ച് തോറ്റ് നാറാണക്കല്ലായിട്ട് കിടക്കുന്ന ടീമാണ്. അത് ശരിയാ ബയേണിന്റെ മുമ്പിൽ. എനിക്ക് തോന്നുന്നുണ്ട് കളി ജയിക്കാൻ. നീ പറഞ്ഞ പോലെ ഇത്രയും കൊല്ലുമായിട്ടും ബയോൺ അങ്ങനെ തോപ്പിച്ചുകൊണ്ടിരുന്നത്. അതേപോലത്തെ ഒരു കൊല്ലി ഇത്തവണ ഉണ്ടാവൂല, അതേപോലെ ഉണ്ടാവൂല, അതുണ്ടാവൂല. പക്ഷെ എന്നാൽ പോലും നല്ല ടൈറ്റ് ആയിരിക്കും. നോക്കാം. എനിക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഡ്രോ ആവുന്നത് തോന്നുന്നത്. അല്ല, എനിക്കതാണ് വിൻസെന്റ് കോമ്പനി എനിക്ക് അത്ര. കാരണം ബുണ്ടസ് ലീഗയിൽ പണ്ടാണെങ്കിൽ ബയോൺ ചെറിയ ചെറിയ ടീമുകൾ എപ്പോഴും അടിച്ചിടുന്ന ശീലവും ഇരുന്ന് ഏത് കോച്ചായിട്ട് വന്നാലും ഒരു നല്ല കോച്ചായിട്ട് വന്നാൽ. സോ ഇപ്പോൾ ലീഗിൽ ഫസ്റ്റ് കിടക്കുന്നുണ്ട്. ലെവർകൂസൺ തോറ്റ് വിഷമോയി. 4-3 ലൈപ്സിഗ് ആയിട്ടാ തോറ്റ്.
അത് ശരിയാ, എന്തെങ്കിലും തൊക്കണ്ട. പക്ഷെ ഒരു കളി തോറ്റിട്ടുള്ളൂ, തൊട്ട് പുറകിലുണ്ട്. കഴിഞ്ഞ 2 കളി ഇഞ്ചുറി ടൈമിലാണ് പിന്നെയും ജയിച്ച് 90+. അതെന്താ അവർ 90+ അടിക്കണം, അവർക്ക് എന്ത് നേർച്ച പോലെയാണ്. കുറച്ച് അത്യാവശ്യം നല്ല സൈനിങ്സ് നടത്തിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ചാമ്പ്യൻസ് ലീഗിലാണെങ്കിൽ ആദ്യത്തെ കളി അടിപൊളിയായിട്ട് കളിച്ച് ജയിച്ചിട്ടുണ്ട്. സോ ഇത്തവണ ആ ഒരു സംഭവം തന്നെ ആയിരിക്കും. ബയൺ മ്യൂണിക്ക് ബയൺ ലെവർകൂസന്റെ ആ ഒരു ഫൈറ്റ് തന്നെ കാണാം. കാരണം ഡോർട്ട്മണ്ട് ഇപ്പോഴും പിക്ചറിലോട്ട് വന്നിട്ടില്ല. ഡെർബി ബയൺ ഡെർബി തന്നെയാണ്. കാരണം ഒരേ നാട്ടുകാരല്ല, കാരണം ലെവർകൂസൻ വേറെ മ്യൂണിക്ക് വേറെ, എന്നാൽ പോലും ബയൺ ഡെർബി എന്നാണ്. സോ ഏകദേശം ഓൾമോസ്റ്റ് കവറപ്പായിട്ടുണ്ട്. പിന്നെ അറിയാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ കീലർ നവാസ് ബാഴ്സലോണയിലോട്ട് വരുമോ ഇല്ല എന്നുള്ളതാണ്. സ്ട്രോങ് ആയിട്ടുള്ള റൂമറൊന്നും അല്ല, അങ്ങനെ പറയാം. ഇനിയിപ്പോ ഞാൻ എൻ്റെ ഒരു ലീഗ് പറഞ്ഞോട്ടെ, സൗദി ലീഗ്. ഒറ്റക്ക് പറയാൻ വേറെ ഒന്നുമില്ല, നിനക്ക് പറയാ എനിക്ക് പറയാ, ഫുട്ബോൾ കളിയാണ് എല്ലാവർക്കും അറിയാം. അൽ ഹിലാൽ വല്ല പ്രീമിയർ ലീഗിലോ അല്ല ആ ലീഗിലോ പോയി ഇപ്പൊ കളിക്കട്ടെ. നിങ്ങൾ സൗദി ലീഗിൽ നിന്ന് എടുത്ത് മാറ്റി ആ ടീം നിങ്ങൾ നോക്കിക്കോ. അല്ല ഞാൻ ഇവൻ ബാഴ്സലോണയുടെ കാര്യം പറയുമ്പോൾ വിഷം പറയില്ല, അതേപോലെ ഞാൻ പറയണേ, എടാ അൽ ഹിലാൽ ടീം എടുത്തിട്ട് മാതിരി മറ്റു കൊടുത്ത ടീമാണ്. ഗോളി ആയിക്കോട്ടെ, ഡിഫൻസ് ആയിക്കോട്ടെ, മിഡ് ആയിക്കോട്ടെ, ഫോർവേഡ് ആയിക്കോട്ടെ, ഒരുമാതിരി ടീമാണ്. ആ ടീം സത്യം പറഞ്ഞാൽ യൂറോപ്പിൽ കളിക്കുന്ന ടീമാണ്. യൂറോപ്പില് ഏത് ടോപ്പ് 5-ന്റെ കാരണം മിലിക്കനോവിച്ച്, സാവിച്ച്, റൂബൻ നെവസ്, ഈ പറഞ്ഞ പോലെ ക്യാൻസലു, നെയ്മർ, മിട്രോവിച്ച്, ഗോളിയാണെങ്കിൽ ബൊണുവ, കൊളിബലി, മാൽക്കം, അൽ ഹിലാലാണ്. ഒരുമാതിരി ടീമാണ്. അതുകൊണ്ടാണ് ഒരു ടീമിനും അവരായിട്ട് പിടിച്ചേക്കാനുള്ള ഇതില്ല. അൽ നാസർ ഇപ്പോൾ സ്റ്റെഫൻ പിയോളിനെ കൊണ്ടുവന്നിട്ടുണ്ട് കോച്ചായിട്ട്. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അൽ നാസർ കപ്പടിക്കട്ടെ, ക്രിസ്ത്യാനോ കപ്പ് പൊക്കട്ടെ. ശുഭദിനം. ചാമ്പ്യൻസ് ലീഗിന്റെ അതൊരു മെയിൻ കേസായിരുന്നു. ഇത്രയും നാളും നമുക്ക് ചെറുപ്പകാലം തൊട്ടേ ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ കണ്ടുവന്നൊരു ഫോർമാറ്റ് ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് സ്റ്റേജ്, റൗണ്ട് ഓഫ് 16, റൗണ്ട് ഓഫ് 8, അതിനുശേഷം സെമി, പിന്നെ അതേപോലെ തന്നെ അവേ ലെഗ്, ഹോം ലെഗ്. അവർ കുറച്ച് നാൾ മുമ്പാണ് അവേ ലെഗിൻ്റെ ആ ഒരു ഇതെടുത്ത് മറ്റേ അവേ സ്കോർ ലൈൻ എഗ്രിഗേറ്റ് എടുത്ത് മാറ്റിയത്. ഇപ്പോൾ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിങ്സ് പോലെ, ഈ പറഞ്ഞ പോലെ ലീഗ് ടേബിൾ പോലെ ഒറ്റ ടേബിളാക്കി മാറ്റിയേക്കുന്നതാണ്. ഈ ടേബിളുകളുണ്ട് പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഫാൻസിനെ സംബന്ധിച്ച്, അതേപോലെ തന്നെ UEFA സംബന്ധിച്ച് മോർ മാച്ചസ് മോർ മണി, പ്ലെയേഴ്സിനെ സംബന്ധിച്ച് മോർ മാച്ചസ് മോർ ഇഞ്ചറി, ലെസ് ടൈം ടു റെസ്റ്റ്. ഇതിൽ നിന്നുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇവർക്ക് കുറച്ച് കാശ് കിട്ടുന്നുണ്ട്, കുറച്ച് കൂടുതൽ മാച്ചസ് വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ചാമ്പ്യൻസ് ലീഗിന്റെ സുഖം പോയില്ലേ. സൂപ്പർ ലീഗിന്റെ ഫോർമാറ്റായി. സൂപ്പർ ലീഗ് പെരസിലെന്ന ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ആയിരുന്നു. മെയിൻ ക്ലബ്ബുകൾ എല്ലാവരും കൂടി കളിക്കണ് ഒരു ലീഗ് ഫോർമാറ്റ്. അതിൽ നിന്നൊരു ടോപ്പ് 8 ക്ലബ്ബ് ഡയറക്റ്റ് ആയിട്ട് കയറണ്, ബാക്കിയുള്ള 16 ക്ലബ്ബ് വേറൊരു സെക്കൻഡ് ലെഗ് പോലെ വെക്കണ്, അതിൽ നിന്നുള്ള 8 ടീം പിന്നെയും കയറണ്. പക്ഷെ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്ക് ഗ്രൂപ്പ് സ്റ്റേജിൽ വരുമ്പോ ഭയങ്കര ടൈറ്റ് മാച്ച്, കുറച്ചും കൂടി വലിയ വലിയ മാച്ചസ് വരാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ ഇട്ടത്. പക്ഷേ സത്യമായിട്ടും നിങ്ങളും പറയുക, നമുക്ക് ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഈ ചാമ്പ്യൻസ് ലീഗ് ഇങ്ങനെ പൊളിച്ച് മാറ്റണതിന്റെ. ഞാൻ എനിക്ക് ഫോർമാറ്റ് മാറ്റിയതിനോടല്ല, എനിക്ക് കൂടുതലും ഒരു കളി കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞ് വെക്കുമ്പോൾ അടുത്ത മാച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. പ്ലേയേഴ്സിന് റെസ്റ്റ്, അതായത് ഇത്രയും ടോപ്പ് പ്ലേയേഴ്സ്, അത്രയും ഫണ്ട് കിട്ടുന്ന പ്ലേയേഴ്സിൽ അവർക്ക് ഒരു റെസ്റ്റ് മനുഷ്യരല്ലേ. ഇപ്പോൾ ഈ അടുത്ത് റോഡ്രി പറഞ്ഞു, കാർവഹാല് പറഞ്ഞു, ടോണി ക്രൂസ് പുറത്തുനിന്ന് പറഞ്ഞു, കളിക്കാത്തവരും പറഞ്ഞിട്ട് കളിക്കുന്നവരും പറയാനുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്യണോണ്ട് ഞങ്ങൾക്ക് ഗുണമൊന്നുമില്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി പേയ്മെന്റും കാര്യങ്ങളും ഇതാണുള്ളൂ. കളിക്കാതെ സ്ട്രൈക്കിന് പോകുന്ന ആദ്യമായിട്ട് പറയുന്ന സംഭവമാണ്. കാരണം എടാ നമ്മ ടെർഫിൽ പോയി 1/2 മണിക്കൂർ കളിച്ച് കഴിഞ്ഞാൽ നമ്മ അന്നത്തെ ദിവസം ഫുൾ ആയിട്ട് ഇറങ്ങാണ്. ഇവര് കളിയും കഴിഞ്ഞ് അടുത്ത ദിവസം പ്രാക്ടീസിന് ഗ്രൗണ്ടിൽ ഇറങ്ങി അതാണ്. അതിന്റെ ഇടയിൽ മറ്റേ ലീഗ് കപ്പും വന്ന് എല്ലാം കൂടി വന്ന്, അപ്പൊ ഇത്ര ബെഞ്ചുള്ള ടീമാണെന്ന് പറഞ്ഞാലും ശരിയൊന്നുമല്ല. വേറെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ മെയിൻ ആയിട്ട് കളിക്കുന്ന ടീംസ് ഉണ്ടാവില്ലേ, ഇപ്പൊ റയലിലാണെങ്കിൽ ഇപ്പൊ ബെഞ്ച് സ്ട്രെങ്ത് നല്ല രീതിക്കുണ്ട്, പക്ഷെ ആ പ്ലേയേഴ്സിനെ ഇറക്കൂല. സിറ്റി ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്, റൊട്ടേറ്റ് ചെയ്ത് കളിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നീ ഇപ്പോ അങ്ങനെ ബെഞ്ച് സ്ട്രെങ്ത് ഉള്ള ഒരു 5 ടീമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കി ഇപ്പൊ 32 ടീം ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നുണ്ട്. ബാക്കിയുള്ള 27-25 ടീമോളം അവര് ഡൗൺ ആയില്ലേ, അവരെന്ത് ചെയ്യും? അതാണ് നടക്കൂലല്ലോ. അതാണ്
സോ ഇതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. ഇപ്പോൾ കളിക്കാർ സ്ട്രൈക്ക് പോയാൽ അത് യുഎഫക്ക് മാത്രമല്ല ബാധിക്കണം, ഫിഫയ്ക്ക് ബാധിക്കും, ലീഗുകൾക്ക് ബാധിക്കും. ഇപ്പം ഇതിനൊരു പരിഹാരമായിട്ട് കിട്ടിയില്ലെങ്കിൽ എന്തായാലും ഇനി മാറ്റാനൊന്നും പോണില്ല. ഇപ്പൊ ഈ സീസൺ എന്തായാലും ഇതിന് ചേഞ്ച് ഒന്നും ഉണ്ടാകാൻ പോണില്ല. സോ ഈ സീസൺ കണ്ടിട്ട് അടുത്തതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ പര്യമായിരിക്കും, പക്ഷെ സാധ്യത കുറവാണ്. എനിവേസ് ചിലപ്പോൾ ഇനി തൊട്ട് ഇങ്ങനത്തെ ഒരു ഫോർമാറ്റ് ആയിരിക്കും. നമുക്ക് ഭാവി പറയാം ഞങ്ങൾ കണ്ട ചാമ്പ്യൻസ് ലീഗ് ഇങ്ങനെ ആയിരുന്നില്ല, അവയിലേക്കും അവയെ സ്കോറും. എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് മറ്റേ റോമയും ബാഴ്സലോണയും സെമിയിൽ വെച്ച് മണോലാസ് ഇതടിച്ചത് നിനക്ക് PSG എതിരുള്ള ഇതായിരിക്കും. അടിപൊളിയായിരുന്നു. കാരണം ഒരു വാശി ഉണ്ടായി രണ്ടാമത്തെ ലെഗില് എല്ലാവർക്കും ഒന്നും കൂടി ഇതാവണമെന്നുള്ള. സെക്കൻഡ് ലെഗിൽ ഓർക്കും ഡ്രോ ആണ്. അപ്പൊ നമുക്ക് കളി കാണാത്തവർക്ക് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവില്ല. കാരണം ഇവര് ജയിക്കും, അവിടെ ഇവര് 3-2 ജയിച്ചില്ല, പിന്നെ എങ്ങനെ തോറ്റു എന്നുള്ള സ്കീം വരുമ്പോ അവേ ഗോളിന്റെ ഇതൊന്നും പറഞ്ഞാൽ സംഭവം ഒന്നും കൂടി രസം വരുന്നത്. സത്യം പറഞ്ഞാൽ അവേ ഗോളിന്റെ ഇത് തിരിച്ചുകൊണ്ടിരണം അതൊന്നും കൂടി. അതാണ് അല്ല റൗണ്ട് ഓഫ് 16 തൊട്ടേ അങ്ങനെ കൊണ്ടുവരല്ല. അതുകൊണ്ടൊന്നും ഒന്നും കൂടി രസമാവൂലേ. ഇത്രയും പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ ഇനി കവറപ്പ് ചെയ്യാനായിട്ട്. പെനാൽറ്റി ഫോർ റയൽ മാഡ്രിഡ്.